ബഹുമാന്യരായിട്ടുള്ള നാട്ടുകാരാണ്. കുടുംബ യോഗങ്ങളും ഒപ്പം തന്നെ ഓരോരോ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ സമദാനി സംഘിക്കുകയാണ്. ഈ അവസാന ദിനങ്ങളിലൊക്കെ എന്താണ് വോട്ടർമാരോട് പറയാനുള്ളത്? ഇനി കൊട്ടിക്കലാശ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്താണ് വോട്ടർമാരോട് പറയാനുള്ളത്? UDFൻ്റെ വിജയം വളരെ വലിയ ഒരു മാറ്റത്തിലേക്ക് നയിക്കുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ എല്ലാം ഇപ്പം ഞാൻ അടുത്ത ദിവസം കേട്ടൊരു ചാനൽ സർവേയിൽ 17 മണ്ഡലം UDFിനൊപ്പം 3 ഡൗട്ട്ഫുൾ എന്നാണ് ആര് പറയണത്? ചാനലുകൾ പറയണത്. അതിൻ്റെ അർത്ഥം മൂന്നും ഡൗട്ട്ഫുൾ, അതും UDFിൻ്റെ ഒപ്പമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം കേരളത്തിൽ സ്വീപ്പിംഗ് വിക്ടറിയാണ് UDFിനെ കാത്തിരിക്കുന്നത്. അത് ഒരുപാട് കാരണങ്ങളുണ്ട് അതിന്. അതൊരു ഭാഗത്ത് നടക്കുന്നു. അതോടൊപ്പം അതായത് കേന്ദ്രത്തിലൊരു ഭരണം ഉണ്ടാക്കാനുള്ള വോട്ടാണെന്ന് ജനങ്ങൾക്കറിയാം. BJPയെ താഴെ ഇറക്കാൻ അതുകൊണ്ട് ജനങ്ങളിന് ഉറച്ചിരിക്കാണ്ട് ഒരു വോട്ടും നഷ്ടപ്പെടുത്താതെ നമ്മുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ നാട്ടുകാരുണ്ട്. അവരോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അവരോട് എന്തെങ്കിലും പറയുന്നതിനേക്കാൾ ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാനാണ്, അവരെ അഭിവാദ്യം ചെയ്യാനാണ് ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നത്. പൊന്നാനിയെ കുറിച്ച് നോക്കും, താങ്കളൊരു വിശ്വപൗരൻ എന്ന രീതിയിലുള്ള ആ രീതിയിലുള്ള പ്രചരണം നടക്കുന്നത് എങ്ങനെയാണ്? അതിനോടൊക്കെ പ്രതികരിക്കുന്നത് ആ രീതിയിൽ എല്ലാവരും പൊന്നാനിയിലേക്ക് ഉറ്റുനോക്കുന്നത് താങ്കളൊരു സ്ഥാനാർത്ഥിത്വം എല്ലാവരും വലിയ രീതിയിലൊരു മാതൃകാ മണ്ഡലമായി കാണുന്നു, വിശ്വപൗരൻ എന്ന രീതിയിൽ. പൊന്നാനി ഒരു നല്ല മണ്ണാണ്. എന്നെക്കുറിച്ചല്ല അത് പറയണത്, പൊന്നാനിക്കാരെ കുറിച്ചാണ്. പൊന്നാനിക്കാർ നല്ല മനുഷ്യന്മാരാണ്. പൊന്നാനി വല്ലാത്തൊരു നാടാണ്. എൻ്റെ പൂർവികരുടെയും കൂടി മണ്ണ്, നമ്മളൊക്കെ പൂർവികരുടെ, എൻ്റെ മാതാപിതാക്കളൊക്കെ വളരെ പൊന്നാനിയുടെ ചരിത്രത്തിലൊക്കെ പങ്കുവഹിച്ച ചരിത്രമുള്ള പിന്മുറക്കാരാണ്. മുൻപ് കടന്നു പോയിട്ടുള്ള പൂർവ്വസൂരികളാണ്. അത് നമ്മളൊക്കെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടാവും. നമ്മൾ മിക്കവാറും കുടുംബങ്ങളുടെ പുറകോട്ട് പോയാൽ ആരെങ്കിലും സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ടായിരിക്കും. എൻ്റെ ഉമ്മയുടെ ഒരു വല്യാപ്പ മസ്ജിദ് കഴിഞ്ഞ് ജുമ കഴിഞ്ഞ് പോകുമ്പോഴാണ് ബ്രിട്ടീഷുകാർ വെടിവെച്ച് വന്നത്. വീട്ടിലെത്തിയത് മൃതദേഹമാണ്. അങ്ങനത്തെ പാരമ്പര്യങ്ങളാണ്. പിന്നെ പൊന്നാനി നവോത്ഥാനത്തിൻ്റെ മണ്ണാണ്. കേരളീയ നവോത്ഥാനത്തെ പരിപോഷിപ്പിച്ച മണ്ണാണ്. എഴുത്തുകാരുടെ, പ്രതിഭാശാലികളായ കലാകാരന്മാരുടെ വലിയ മണ്ണാണ്. അപ്പോൾ പൊന്നാനിയെക്കുറിച്ച് എന്ത് ഗുണം പറയുമ്പോഴും നമുക്ക് അഭിമാനം. ശശി തരൂരിന് ശേഷം താങ്കളെക്കുറിച്ചാണ് അങ്ങനെ ആ രീതിയിലൊരു സംസാരം കേൾക്കുന്നത്. അല്ല എനിക്ക് ഞാനൊരു സാധാരണക്കാരനാണ്. ഞാൻ ഇവിടുത്തെ മനുഷ്യന്മാരുടെ ഇടയിൽ ജീവിക്കണ ഒരു സാധാരണ തന്നെ ഒരു പൊന്നാനി ഒരു ഗ്ലാമർ മണ്ഡലം എന്ന് അല്ലല്ല, പൊന്നാനിക്ക് ഗ്ലാമർ എന്നോ ഉണ്ട്. പൊന്നാനി ഇതിനു മുമ്പ് വലിയ വലിയ മഹാന്മാരെ തിരഞ്ഞെടുത്തയച്ച മണ്ഡലമാണ്. ബനാത്ത് വാല സാഹിബിനെ പോലുള്ള പാർലമെൻറ്റിൽ ഇങ്ങനെ ഇടിമുഴക്കം സൃഷ്ടിച്ച അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ലോക്സഭയിലുള്ളപ്പോൾ ഞാൻ രാജ്യസഭയിലുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ അഹമ്മദ് സാഹിബിനെ കേന്ദ്രമന്ത്രിയാക്കി, ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ 3 തവണ. വലിയ പാരമ്പര്യമാണ്. ഒക്കെ UDF പാരമ്പര്യമാണ്. എന്തായാലും നല്ല രീതിയിൽ വിജയിച്ചു വരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി. മീഡിയയുടെ എല്ലാ പിന്തുണയും എനിക്കുണ്ട്, ഇനി ഉണ്ടാവണം. പ്രത്യേകിച്ച് ബാബുവിനെ പോലുള്ള എൻ്റെ സുഹൃത്തുക്കളായ മീഡിയ പ്രവർത്തകർക്ക് എൻ്റെ പ്രത്യേക അഭിവാദ്യങ്ങൾ. നമ്മളെ നാട്ടുകാരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ജനങ്ങളോട് എത്തിക്കുന്നതിൽ നിങ്ങളെ പങ്കുണ്ട്. അതിനെ ശ്ലാഘിക്കുന്നു. കൂട്ടത്തിൽ ഒന്നുകൂടി പറയട്ടെ, കഴിഞ്ഞ 10 കൊല്ലം ഇന്ത്യയിൽ വളരെ വലിയ ആഘാതമേറ്റ മേഖലകളൊന്നും സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനമാണ്. BJP ഭരണത്തിൽ ഒക്കെ കോൺഗ്രസ് വന്നാലേ ശരിയാവുള്ളൂ. കോൺഗ്രസ് വരണം. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ അലയൻസ് വരണം. ആശംസകൾക്കൊക്കെ നന്ദി. നമ്മുടെ ജനങ്ങളത് ഉറച്ചു കഴിഞ്ഞു. ഇനി അത് വോട്ടുണ്ടുമ്പോൾ മനസ്സിലാവും. വ്യക്തമാണ്. ഏതായാലും അബ്ദുൽ സമദ് സമദാനി പൊന്നാനി മണ്ഡലത്തിലൂടെ അതിൻ്റെ കൽപ്പകഞ്ചേരി പഞ്ചായത്തിലൂടെയുള്ള ഒരു പര്യടനം ഇന്ന് തുടരുകയാണ്. കൊട്ടിക്കലാശത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ആവേശം തന്നെയാണ് എല്ലാ പ്രദേശങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആവേശം ഇനി അടുത്ത ഉച്ചയ്ക്ക് ശേഷം ആദവനാട് പഞ്ചായത്തിലേക്ക് കടക്കുകയാണ്. തുടർന്ന് മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് അദ്ദേഹം പോവുകയാണ്. ഏതായാലും എല്ലാ സ്വീകരണ യോഗങ്ങളിലും വലിയ ജനാവലി കാണുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. ഏതായാലും പ്രചരണം കൊഴുക്കുകയാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം.